ഇലഞ്ഞി. പ്രതിഭാധനരായ കലാകാരന്മാരെയും ഭരണാധികാരികളെയും ആത്മീയ നേതാക്കളെയും ലോകത്തിന് സമ്മാനിച്ച ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ അക്ഷരനഗരിയായ കോട്ടയം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പുണ്യഭൂമിയാണ്. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ജീവിത മൂല്യങ്ങളും ശാസ്ത്രീയ വളർച്ചയും ആത്മീയ അഭിവൃദ്ധിയും പ്രദാനം ചെയ്ത പ്രൗഢമായ ചരിത്രം പേറുന്ന ഇലഞ്ഞി സെൻറ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ നെടും തൂണായി പ്രശോഭിക്കുന്നു. ഇലഞ്ഞി ഗ്രാമത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് നാടിൻ്റെ അഭിമാന ചിഹ്നമായി വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാരുടെ പുണ്യനാമം വഹിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ 101ാമത് വാർഷിക സമ്മേളനം നടക്കുന്ന ഈ മഹനീയ വേളയിൽ 2025-26 അധ്യയന വർഷത്തെ സെൻറ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മികവുകളിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയത്തിൻ്റെ രക്ഷാധികാരി പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോർജ് പുല്ലുകാലായിലുമാണ്. ലോക്കൽ മാനേജരായി റവറൻ ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിലും അസിസ്റ്റന്റ് മാനേജരായി റവറൻ ഫാദർ ജോസഫ് ആലാനിക്കലും പ്രവർത്തിച്ചു വരുന്നു. പ്രിൻസിപ്പൽ ശ്രീ രാജേഷ് സി കുന്നുംപുറവും ഹെഡ് മാസ്റ്റർ സി തോമസ് മാത്യുവും പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. 2025-26 അധ്യയന വർഷത്തെ 5 മുതൽ 10 വരെ ക്ലാസുകളും +2 ക്ലാസും ജൂൺ 2-ാം തീയതി ആരംഭിച്ചു. PTA പ്രസിഡന്റ് ശ്രീ ജീസൈസക് അധ്യക്ഷത വഹിച്ച പ്രവേശനോത്സവ മീറ്റിംഗ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 276 കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 215 കുട്ടികളും UP വിഭാഗത്തിൽ 175 കുട്ടികളും ഈ സ്കൂളിൽ അധ്യയനം നടത്തി വരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 19 അധ്യാപകരും ഹൈസ്കൂൾ UP വിഭാഗങ്ങളിലായി 22 അധ്യാപകരും 4 അനധ്യാപകരും ഈ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. പുതിയ അധ്യയന വർഷത്തിൽ HSS HS വിഭാഗത്തിൽ നിന്നും ശ്രീമതി സാനി പോൾ, ശ്രീമതി ആനി ടിങ്കിൾ ആൻ്റണി എന്നിവർ സീനിയർ അസിസ്റ്റന്റുമാരും ശ്രീമതി ലീന ജോസഫ്, ശ്രീ റോബിൻസ് മാത്യു എന്നിവർ സ്റ്റാഫ് സെക്രട്ടറിമാരായും നിയമിതരായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശ്രീ എഡ്വിൻ ജോസ് ഫിസിക്സ് അധ്യാപകനായും ശ്രീമതി നീത നോബിൾ കെമിസ്ട്രി അധ്യാപികയായും ശ്രീ ഷിനു ആൻ്റണി മാത്തമാറ്റിക്സ് അധ്യാപകനായും ശ്രീമതി ക്രിസ്റ്റീന ജെയിംസ് സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപികയായും നിയമിതയായി. കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ശ്രീമതി സിൽജ മാത്യൂസ് സെൻറ് ആഗ്നസ് ഹൈസ്കൂൾ മുട്ടുചിറ സ്കൂളിലേക്ക് ഹെഡ് മിസ്ട്രസ്സായി സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്ക് മരിങ്ങാട്ടുപള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിൽ നിന്നും ശ്രീ തോമസ് മാത്യു പ്രൊമോഷനോടുകൂടി ഹെഡ് മാസ്റ്ററായി നിയമിതനായി. ഫാദർ ലിജോ സെബാസ്റ്റ്യൻ, ശ്രീ ജിമ്മി ജോസഫ് പി, ശ്രീമതി സ്മിത ജെ മറ്റക്കൂട്ടിൽ, ശ്രീമതി ക്രിസ്റ്റി സന്തോഷ്, സിസ്റ്റർ ജിസി തോമസ്, സിസ്റ്റർ അജീഷ MA, ശ്രീമതി ക്രിസ്മേരി ജോൺ എന്നീ അധ്യാപകർ ഹൈസ്കൂൾ വിഭാഗത്തിലും നിയമിതരായി. 2025 മാർച്ച് മാസത്തിൽ നടന്ന ഹയർ സെക്കൻഡറി SSLC പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 95 വിദ്യാർത്ഥികളിൽ സയൻസ് വിഭാഗത്തിൽ നിന്നും 21, കൊമേഴ്സ് വിഭാഗത്തിൽ നിന്നും 3 ഉൾപ്പെടെ 24 കുട്ടികൾ ഫുൾ A+ കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 14 കുട്ടികൾ ഫുൾ A+, 2 കുട്ടികൾ 9 A+ നേടി. SSLC പരീക്ഷയിൽ 100% വിജയം കൊയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. തിളക്കമാർന്ന വിജയത്തിലൂടെ സ്കൂളിൻ്റെ യശസ്സ് ഉയർത്തിയ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകിയ മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. 2025 മാർച്ചിൽ നടന്ന +2 SSLC പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ അനുമോദിക്കുന്നതിനായി 2025 ജൂൺ 30-ാം തീയതി മെറിറ്റ് ഡേ നടത്തുകയുണ്ടായി. മോട്ടിവേഷണൽ സ്പീക്കർ മാസ്റ്റർ ഷോൺ അഭിഷേക് അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി.
2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ ജനറൽ ബോഡി യോഗം 2025 ജൂലൈ 11 തീയതി ചേരുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ വെച്ച് PTA പ്രസിഡന്റായി ശ്രീ ജി സൈസക്കും വൈസ് പ്രസിഡന്റായി ശ്രീ പ്രിൻസ് അബ്രാഹുവും MBTA പ്രസിഡന്റായി ശ്രീമതി പ്രീതി അനിലും വൈസ് പ്രസിഡന്റായി ശ്രീമതി മെറിൻ ജോജിയും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ ലീഡറായി HSS വിഭാഗത്തിൽ നിന്നും അദ്വൈത് ദിനേശും HS വിഭാഗത്തിൽ നിന്നും സ്കൂൾ ചെയർപേഴ്സണായി അക്ഷ രാജീവും തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീമതി സബിത തോമസ്, സിസ്റ്റർ ജിസി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ HS UP വിഭാഗം കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും ഉൾപ്പെടുന്ന രുചികരവും പോഷകസമൃദ്ധവുമായ ഉച്ചഭക്ഷണം നൽകുന്നു. വിദ്യാർത്ഥികളിലെ വായനാശീലവും ശാസ്ത്രീയവും ആത്മീയവുമായ ഭാവനാശീലവും വളർത്തിയെടുക്കുന്നതിനായി വിജ്ഞാനപ്രദവും ആസ്വാദനകരവുമായ നിരവധി പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു ലൈബ്രറി HSC വിഭാഗത്തിലും HS വിഭാഗത്തിലും പ്രത്യേകമായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. 2025-26 വർഷത്തെ കരിയർ ഗൈഡൻസ് പ്രവർത്തനങ്ങൾക്ക് 2025 SSLC ബാച്ചിന് വേണ്ടി നടത്തപ്പെട്ട ഫോക്കസ് പോയിൻ്റ് എന്ന പ്രോഗ്രാമോടുകൂടിയാണ് സമാരംഭം കുറിച്ചത്. +2 കുട്ടികൾക്കുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ശ്രീ ജെയിംസ് സെബാസ്റ്റ്യൻ നേതൃത്വം നൽകി. സെപ്റ്റംബറിൽ മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന ദിശ എസ്പോയിൽ 40 കുട്ടികളും കോട്ടയത്ത് വെച്ച് നടന്ന എസ്പോയിൽ 30 കുട്ടികളും പങ്കെടുത്തു. FM-ലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും കരിയർ ന്യൂസ് നൽകി വരുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് HSS അധ്യാപികയായ ശ്രീമതി ജൂബി തോമസ് ആണ്. കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും വൈകാരികവുമായ സുസ്ഥിതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലാണ്. മൂവാറ്റുപുഴ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീമതി റിജി പൗലോസ് വിദ്യാർത്ഥികൾക്കായി മാനസികാരോഗ്യത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്കായി അറിഞ്ഞു വളരാം മക്കൾക്കൊപ്പം എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു. HSS അധ്യാപിക ശ്രീമതി ജിസി ജോസിൻ്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയായ ജൂനിയർ റെഡ് ക്രോസിൽ ABC ലെവലുകളിലായി 58 കുട്ടികൾ പ്രവർത്തിച്ചു വരുന്നു. മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ വെച്ച് നടന്ന B ലെവൽ സെമിനാറിൽ 20 കുട്ടികൾ പങ്കെടുത്തു. വ്യക്തിത്വ ശുചിത്വം, പരിസര ശുചിത്വം ഇവയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് ഇലഞ്ഞി ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് നൽകൽ, വിരഗുളിക നൽകൽ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇലഞ്ഞി ഗവൺമെൻറ് ആശുപത്രി വേണ്ട പിന്തുണ നൽകുന്നു. കുട്ടികൾക്കാവശ്യമായ പാഠപുസ്തകങ്ങളും പഠന സാമഗ്രികളും ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീ ജോമോൻ തോമസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ബൗദ്ധിക ഉന്നമനത്തോടൊപ്പം ആത്മീയ ഉന്നമനവും ലക്ഷ്യമാക്കി ആഴ്ചയിൽ 3 ദിവസം സന്മാർഗ മതപഠന ക്ലാസുകൾ നടത്തി വരുന്നു. രൂപതാതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ HS വിഭാഗത്തിൽ ഗൗരിനന്ദന PJയും UP വിഭാഗത്തിൽ ആൻമരിയ ജോണും പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി. വിശ്വാസം, പഠനം, സേവനം എന്ന മുദ്രാവാക്യവുമായി ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന കേരള കത്തോലിക്ക വിദ്യാർത്ഥി സഖ്യം നമ്മുടെ സ്കൂളിലും സജീവമാണ്. 2026 ജനുവരി 10 ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടത്തപ്പെട്ട KCSL സംസ്ഥാന കലോത്സവത്തിൽ അക്ഷയ് ഷാജി +1, ആഷ്ബിൻ ആൻ്റണി STD 9 എന്നിവർ ഭക്തിഗാന മത്സരത്തിൽ 4th A ഗ്രേഡ് കരസ്ഥമാക്കി സ്കൂളിൻ്റെ അഭിമാന ഭാജനങ്ങളായി മാറി. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗവാസനകളെ കണ്ടെത്തി വളർത്തുന്നതിന് വിദ്യാരംഗം കലാസാഹിത്യവേദി ഏറെ സഹായിക്കുന്നു. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് എടത്തുംപറമ്പിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീ അനൂപ് കക്കാട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലെ HSS വിഭാഗം സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിൽ സ്കൗട്ട് മാസ്റ്റർ ശ്രീ ജേസൺ സെബാസ്റ്റ്യൻ, റേഞ്ചർ ലീഡർ ശ്രീമതി സിതാര ജവാഹർ എന്നിവരുടെ നേതൃത്വത്തിൽ 16 സ്കൗട്ടുകളും 12 റേഞ്ചേഴ്സും സജീവമായി പ്രവർത്തിക്കുന്നു. സേവന തൽപരരായി രാജ്യത്തിനും സമൂഹത്തിനും
ഉപകാരപ്രദമായി തീരുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനയിൽ HS വിഭാഗം കുട്ടികളും പ്രവർത്തിച്ചു വരുന്നു. 2025-26 അധ്യയന വർഷത്തിൽ 9 കുട്ടികൾ രാജ്യപുരസ്കാർ അവാർഡിന് അർഹരായി. 9 കുട്ടികൾ രാജ്യപുരസ്കാർ ടെസ്റ്റ് പൂർത്തിയാക്കി റിസൾട്ടിനായി കാത്തിരിക്കുന്നു. 12 കുട്ടികൾ ദ്വിതീയ സോപാൻ, 13 കുട്ടികൾ പ്രഥമ സോപാൻ പരീക്ഷകളും പൂർത്തിയാക്കി. സാമൂഹിക സേവനത്തിലൂടെ വ്യക്തിത്വ വികസനമെന്ന ആശയത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന സംഘടനയാണ് NSS. ഗവൺമെൻറ് UPS കൂത്താട്ടുകുളത്ത് വെച്ച് 26/12/2025 മുതൽ 1/1/2026 വരെ സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തപ്പെട്ടു. ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൽ ജീവവാഹിനിയായി എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി നടത്തപ്പെട്ട ക്യാമ്പിൽ ലഹരി വിരുദ്ധ കമ്മ്യൂണിറ്റി ക്യാൻവാസ്, വർണ്ണോത്സവം, ഹരിതസാക്ഷ്യം, ജൈവ പച്ചക്കറി കൃഷി ഇവയൊക്കെ നടപ്പാക്കി. ഫാർമേഴ്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ്, പ്രീമിയർ പ്രൈമറി സ്കൂൾ പ്രോഗ്രാം, കരാട്ടെ സ്കേറ്റിംഗ് പരിശീലനങ്ങൾ, എക്കോ ക്ലബ്ബ്, DCL തുടങ്ങിയ സംഘടനകൾ നമ്മുടെ സ്കൂളിൽ സമുചിതമായി പ്രവർത്തിച്ചു വരുന്നു. അനുദിനം മാറിവരുന്ന ഈ ലോകത്തിൽ വിവരസാങ്കേതിക വിദ്യയിൽ നിപുണരായ കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സ്കൂളിൽ ലിറ്റിൽ ക്ലേസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു വരുന്നു. 8, 9, 10 ക്ലാസ്സുകളിൽ നിന്നായി 100 കുട്ടികൾ ഈ ക്ലബിൽ അംഗങ്ങളാണ്. പഠനം മാത്രമല്ല, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും സെൻറ്റ് പീറ്റേഴ്സ് പിന്നിലല്ല എന്നതിന് തെളിവാണ് ഈ വർഷം കലോത്സവം, വിവിധ മേളകൾ, വർക്ക് എക്സ്പീരിയൻസ്, സ്പോർട്സ് എന്നിവയിൽ നമ്മുടെ കുട്ടികൾ നേടിയെടുത്ത തിളക്കമാർന്ന വിജയങ്ങൾ. ഈ വർഷത്തെ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ ഒക്ടോബർ 10-ന് ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ കൂത്താട്ടുകുളം, HS കൂത്താട്ടുകുളം, LF വടകര, ഗവൺമെൻറ് UPS കൂത്താട്ടുകുളം എന്നീ വിദ്യാലയങ്ങളിൽ വെച്ച് നടന്നു. ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ HS UP വിഭാഗത്തിന് 2ാം സ്ഥാനത്തോടെ റണ്ണറപ്പാകാൻ സാധിച്ചു. ഉപജില്ലാ IT മേളയിലും HS വിഭാഗം 2ാം സ്ഥാനം നേടിയെടുത്തു. HSS വിഭാഗത്തിൽ നിന്നും IT, വർക്ക് എക്സ്പീരിയൻസ് എന്നിവയിൽ പങ്കെടുത്ത് കുട്ടികൾ മികവ് തെളിയിച്ചു. ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ വുഡ് കാർവിംഗ് ഇനത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കനിക സെൻറ്റിൽ 1ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കുകയും നവംബർ 9-ന് പാലക്കാട്ട് വെച്ച് നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ വുഡ് കാർവിംഗ് ഇനത്തിൽ 3rd A ഗ്രേഡ് നേടി സ്കൂളിൻ്റെ യശസ് ഉയർത്തി. കനികയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പഠനത്തോടൊപ്പം കായിക രംഗത്തും എന്നും മുൻപന്തിയിൽ തന്നെ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വർഷത്തെ കായിക മത്സരങ്ങൾ. സെപ്റ്റംബർ 11-ന് സ്കൂൾ തല സ്പോർട്സ് മത്സരങ്ങൾ നടന്നു. 36 സ്കൂളുകൾ പങ്കെടുത്ത കൂത്താട്ടുകുളം ഉപജില്ലാ കായികമേളയിൽ സീനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പും ജൂനിയർ കിഡീസ് വിഭാഗങ്ങളിൽ ഓവറോളും കരസ്ഥമാക്കിക്കൊണ്ട് ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ചുണക്കുട്ടികൾ തിളക്കമാർന്ന വിജയം കൈവരിച്ചു. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാർത്തികേയൻ B, ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജോസുകുട്ടി സ്റ്റീഫൻ എന്നിവർ HSSൽ നിന്നും ചാമ്പ്യന്മാരായി. കിഡീസ് ഗേൾസ് വിഭാഗത്തിൽ UP ക്ലാസ്സിലെ ഏഞ്ചൽ മനോജ് ചാമ്പ്യനായി. ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ MR ആനന്ദ്, ഹെൻസൺ ജയേഷ് എന്നിവരും, ജൂനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ ആദർശ് K, ജൂനിയർ കളരി ചാമ്പ്യൻഷിപ്പിൽ ആയുഷ് KS, അവിനാഷ് VA ചെസ് മത്സരം എന്നിവയിൽ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചു. ഈ വർഷം സബ് ജില്ലാ തലത്തിൽ നടത്തിയ ഉഷു, കരാട്ടെ, ഖോഖോ, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ക്രോസ് കൺട്രി തുടങ്ങിയ ഇനങ്ങളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാർഹരാവുകയും ചെയ്തു. സബ് ജില്ലാ തലത്തിൽ നടത്തിയ ഖോഖോ മത്സരത്തിൽ HS വിഭാഗങ്ങളിൽ നിന്നും പങ്കെടുത്ത സീനിയർ ഗേൾസ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സബ് ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ ജൂനിയർ വിഭാഗം കുട്ടികൾ ചാമ്പ്യന്മാരായി. വിജയികൾക്കെല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സെൻറ് തോമസ് കോളേജും സംയുക്തമായി നടത്തുന്ന സീപ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് HSS സ്കൂളും തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്.
3 സോണുകളായി നടത്തപ്പെട്ട മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 6 ടീമുകളിലൊന്നാണ് നമ്മുടെ സ്കൂൾ. ശ്രീമതി സബിത തോമസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും മധ്യവേനൽ അവധിക്കാലത്തും പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ദീപിക ചിൽഡ്രൻസ് ലീഗിൻ്റെ പുതിയ ശാഖയുടെ പ്രവർത്തനോദ്ഘാടനം 2025 ജൂലൈ 17 കൂത്താട്ടുകുളം മേഖലാ ഓർഗനൈസർ ശ്രീ റോയ് ജെ കലറങ്ങാട്ടിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്നു. 2025 നവംബർ 2, 3, 4, 5 തീയതികളിലായി പാലക്കുഴ ഗവൺമെൻറ് HSSൽ വെച്ച് നടന്ന കൂത്താട്ടുകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗവും HSS വിഭാഗവും ഫസ്റ്റ് റണ്ണറപ്പായി. HS വിഭാഗം 4ാം സ്ഥാനം കരസ്ഥമാക്കി. സംഘഗാനം, ദേശഭക്തി ഗാനം, ഉറുദു സംഘഗാനം എന്നീ 3 ഗ്രൂപ്പ് ഇനങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ UP ക്ലാസ്സിലെ ഗാനകോകിലങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. മാർഗംകളി, ചെണ്ടമേളം, മലപ്പുലയാട്ടം എന്നീ ഇനങ്ങളിൽ HS വിഭാഗം കുട്ടികൾ ഫസ്റ്റ് A ഗ്രേഡ് നേടി. കൂടാതെ ഉറുദു സംഘഗാനം, വട്ടപ്പാട്ട്, കോൽക്കളി, സംഘനൃത്തം, നാടൻപാട്ട് എന്നീ ഗ്രൂപ്പിനങ്ങളിലും നമ്മുടെ ഹൈസ്കൂളിലെ കൊച്ചുമിടുക്കർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. HSS വിഭാഗത്തിലെ കുട്ടികൾ സംഘഗാനത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടി. HS വിഭാഗത്തിൽ ചിത്രരചന, വാട്ടർ കളർ ആൻഡ് പെൻസിൽ ഡ്രോയിങ് സൈനാദേവ്, ഓയിൽ പെയിൻറ്റിങ്ങിൽ കനിക സെൻറ്റിൽ, ഹിന്ദി പ്രസംഗത്തിൽ ഡോണ ജോണി, ഉറുദു പദ്യം ചൊല്ലലിൽ സിയ ബേബി, ലളിതഗാനത്തിൽ ആഷ്ബിൻ ആൻ്റണി, കന്നഡ പദ്യം ചൊല്ലലിൽ AV ക്രിസ്റ്റി, കാവ്യകേളിയിൽ ആൽവിന ഡേവിസ്, മിമിക്രിയിൽ ഏബിൾ റോയി, നാടോടി നൃത്തത്തിൽ K അർജുൻ, UP വിഭാഗം ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്ങിൽ സങ്കീർത്തി ശ്രേയസ് എന്നിവർ വ്യക്തിഗത ഇനങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടി. കൂടാതെ 23 കുട്ടികൾ വ്യക്തിഗത ഇനങ്ങളിൽ 2ഉം 3ഉം സ്ഥാനങ്ങളും A ഗ്രേഡും നേടിക്കൊണ്ട് എലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ HS ഉപജില്ലയിൽ ഉയർത്തിപ്പിടിച്ചു. HSS വിഭാഗത്തിലും ഉപജില്ലാ കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾ ഫസ്റ്റും A ഗ്രേഡും നേടിയിട്ടുണ്ട്. എല്ലാ വിജയികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. എറണാകുളത്തെ വിവിധ സ്കൂളിൽ വെച്ച് നവംബർ 25, 26, 27, 28, 29, 30 തീയതികളിൽ നടന്ന എറണാകുളം ജില്ലാ കലോത്സവത്തിൽ ഉപജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ എല്ലാ ഇനങ്ങളും മത്സരിപ്പിക്കുകയും കുട്ടികൾ A ഗ്രേഡും B ഗ്രേഡും നേടി കൂത്താട്ടുകുളം ഉപജില്ലയ്ക്ക് അഭിമാനാർഹമായ നേട്ടം നേടിക്കൊടുത്തു. വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ നൽകുന്ന BPL, മൈനോറിറ്റി, ഗ്രാൻസ്, സ്നേഹപൂർവം, PJMS, DMS മുതലായ സ്കോളർഷിപ്പുകൾക്ക് അർഹരായ കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് എല്ലാവിധ ഫോളോ അപ്പുകളും നൽകി വരുന്നു. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ കൃഷ്ണ രാജൻ, അയന വർഗീസ്, മീവ മരിയ മഞ്ജുഷ് എന്നീ കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി. കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന NMMS സ്കോളർഷിപ്പ് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് +2 വരെ ലഭിക്കുന്ന പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സൈനാദേവ് അർഹയായി. ദീപിക കളർ ഇന്ത്യ മത്സരത്തിൽ ആൻമേരി ലിബി ജില്ലാതലത്തിൽ 3ാം സ്ഥാനം നേടി. മുത്തോലപുരം എവർടൈൻ ക്ലബ്ബ് നടത്തിയ ഇൻ്റർ സ്കൂൾ ക്വിസ് മത്സരത്തിലും കൂത്താട്ടുകുളം ഇൻഫൻറ്റ് ജീസസിൽ വെച്ച് നടത്തിയ വിൽസൺ മെമ്മോറിയൽ ക്വിസ് മത്സരത്തിലും നമ്മുടെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ജൊഹാൻ ജോൺ സിജോഷ്, വൈഷ്ണവസ് ദിലീപ് എന്നീ കുട്ടികൾ 1ാം സ്ഥാനവും ക്യാഷ് അവാർഡും ട്രോഫിയും കരസ്ഥമാക്കി. പറുദീസ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ഇൻ്റർ സ്കൂൾ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ സങ്കീർത്തി ശ്രേയസ് 2ാം സ്ഥാനം നേടി. 2025-26 അധ്യയന വർഷം പരിസ്ഥിതി ദിനം, വായനാ ദിനം, അധ്യാപക ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം ഇവ സമുചിതമായി ആചരിച്ചു. PTA സഹകരണത്തോടെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി. വടംവലി തുടങ്ങിയ വാശിയേറിയ മത്സരങ്ങൾ HSS, HS, UP വിഭാഗങ്ങളിൽ സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും കുട്ടികൾക്ക് നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 78ാം വാർഷികാഘോഷങ്ങൾ NSSൻ്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. അധ്യാപന ജീവിതത്തിൻ്റെ 25 സംവത്സരങ്ങൾ പൂർത്തിയാക്കിയ പ്രിൻസിപ്പൽ ശ്രീ രാജേഷ് C. കുന്നുംപുറത്തിനും ശ്രീമതി സാനി പോളിനും ശ്രീമതി ജൂബി തോമസിനും ശ്രീമതി ജൂലിമോൾ ആൻ്റണിക്കും ശ്രീമതി സോളി ജോസഫിനും ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബത്തിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും. ഇന്നത്തെ വാർഷിക സമ്മേളനത്തെ
തൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന യോഗാധ്യക്ഷൻ വെരി റവറൻ ഫാദർ ജോസഫ് ഇടത്തുംപറമ്പലിന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG ഷിബുവിന് നന്ദി അർപ്പിക്കട്ടെ. ഈ യോഗത്തിൻ്റെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന കർഷകശ്രീ അവാർഡ് ജേതാവ് ശ്രീ മോനു വർഗീസ് മാമന് ഹൃദയം നിറഞ്ഞ നന്ദി. ആശംസകൾ അർപ്പിച്ച് ഈ യോഗത്തെ ധന്യമാക്കുന്ന റവറൻ ഫാദർ ജോസഫ് ആലാനിക്കൽ, ശ്രീ സുരേഷ് നാണുക്കുട്ടൻ, ശ്രീമതി മാജി സന്തോഷ്, ശ്രീ ശ്രീകുമാർ KP, ശ്രീ G സൈസക്, മാസ്റ്റർ അദ്വൈത് ദിനേശ് എന്നിവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, അധ്യാപക അനധ്യാപകർ, ഈ സ്കൂളിൻ്റെ എല്ലാമായ കുട്ടികൾ, മറ്റെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കരുതലോടെ കാക്കുകയും എല്ലാം അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം ആദരപൂർവ്വം സമർപ്പിക്കുന്നു.